ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കുന്നത് ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് ആണ്. അത് ഈ ടെക്നിക്കൽ സർവീസ് ആണ് ഇതുപോലെ ജിപ്സം ബ്ലാസ്റ്റർ, അതുപോലെ പാർട്ടീഷൻസ് ചെയ്യുന്നവര്, സീലിംഗ് വർക്കുകൾ ചെയ്യുന്നവര്, അങ്ങനെ ഈ സബ് കോൺട്രാക്ടിങ് വർക്ക് എന്നാണ് ഒരു നമ്മൾ കോമൺ ആയിട്ട് പറയാറ്. വലിയ ബിൽഡിംഗ് വർക്ക് നടക്കുമ്പോൾ അതിനകത്ത് വരുന്ന സബ് കോൺട്രാക്ടിങ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇതൊക്കെ. അതിനകത്ത് പിന്നെ സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ട ടൈൽസ് ഉണ്ടാവും. ഇവരുടെ ടൈൽസ് ഏതൊക്കെ ടൈപ്പാന്നുള്ള അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ സ്വന്തം പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് അത് കോൺട്രാക്ടിങ് വർക്കിൽ യൂസ് ചെയ്യുന്നു. അല്ലേ? അപ്പൊ ദുബായെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടി ഒരു ലൈസൻസിൽ പറ്റില്ല. അതാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അഡ്വൈസ്. അതായത് ഇപ്പൊ അദ്ദേഹം ഫോർ എക്സാമ്പിൾ ഇറാനിൽ നിന്ന് സാധനം ദുബായിലേക്ക് ഇറക്കണമെങ്കിൽ വേറൊരു ലൈസൻസ്, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്ന ബൈ ആൻഡ് സെൽ, അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉണ്ടാവും. അതുപോലെ അവർക്ക് വെയർ ഹൗസ് എടുക്കാം, സ്റ്റോറേജ് വെക്കാം. അതാണ് ഒരു ട്രേഡിംഗിന്റെ മെത്തേഡ്. എന്ത് പ്രൊഡക്റ്റ് ആയാലും വാങ്ങാം, വിൽക്കാം. അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇന്റർനാഷണൽ എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ B2B കൊടുക്കാം, B2C കൊടുക്കാം. ഇതെല്ലാം ട്രേഡർക്ക് പറ്റും. പക്ഷെ ഒരു കോൺട്രാക്ടിങ് കമ്പനി, അതായത് ഇങ്ങനെയുള്ള സബ് കോൺട്രാക്ടിങ് കമ്പനി എടുത്താൽ അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് കിട്ടില്ല. ഇത് രണ്ടും കൂടി ഒരു ലൈസൻസിൽ ക്ലബ് ചെയ്യാൻ പറ്റില്ല ദുബായിൽ. കോർ ഏരിയ വർക്കാണ് എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു 80 അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് മാനേജ് ചെയ്യണമെന്നില്ല. നമുക്കത് ഒരു വെക്കാം. പിന്നെ അത് കൂടാതെ പ്രൊജക്ട് ബേസിസിൽ നമുക്ക് ആ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്പെഷ്യൽ പെർമിഷൻ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും.